ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബീഹാറിൽ നിന്ന് പുറത്തുവരുന്നത് ഓരോരോ ആകാംക്ഷ നിറഞ്ഞ വാർത്തകളാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ RJD വിട്ടു എന്ന വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നിർണായകമായ തീരുമാനം രോഹിണി എടുത്തിരിക്കുന്നത്. കുടുംബവുമായുള്ള ബന്ധവും അവസാനിപ്പിക്കുന്നു എന്നാണ് രോഹിണി എക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള തർക്കമാണ് എന്നാണ് സൂചന. തേജസ്വിയുടെ ഉപദേശകനായ സഞ്ജയ് യാദവും റമീസും തന്നോട് ആവശ്യപ്പെട്ടത് ഇതാണ് എന്നും കുറ്റമെല്ലാം താൻ ഏറ്റെടുക്കുന്നു എന്നുമാണ് രോഹിണി പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയാണ്. ഇതാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടത്. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് രോഹിണി എക്സിൽ കുറിച്ചത്. 2022 ലാലു പ്രസാദിന് വൃക്ക ദാനം ചെയ്ത മകളാണ് രോഹിണി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം 22.79% വോട്ട് വിഹിതമാണ് ഇത്തവണ RJD നേടിയത്. ഇത് BJPയേക്കാൾ 2.27%, JDUവിനേക്കാൾ 3.8% കൂടുതലാണ്. BJPക്ക് 20.08%, JDUവിന് 19.25% വോട്ട് വിഹിതം. വെള്ളിയാഴ്ചയായിരുന്നു ബീഹാറിലെ വോട്ടെണ്ണൽ. BJP 89 സീറ്റും JDU 85 സീറ്റും നേടി. NDA സഖ്യം ആകെ നേടിയത് 202 സീറ്റുകളാണ്. എന്നാൽ 243 മണ്ഡലങ്ങളിൽ 143 മണ്ഡലങ്ങളിൽ മത്സരിച്ച RJDക്ക് 25 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. 2010 22 സീറ്റ് ലഭിച്ചതിന് ശേഷം RJD ഇത്രയും മോശം പ്രകടനം ഒരു തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത് ഇതാദ്യമായാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന തേജസ്വി യാദവ് പോലും വളരെ കിതച്ചാണ് സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. എന്തായാലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ബീഹാറിലെ പരാജയം പഠിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ബീഹാറിലെ പരാജയത്തെ വളരെ കാര്യമായാണ് കാണുന്നത്. എന്താണ് ബീഹാറിൽ സംഭവിച്ചത്, എവിടെയാണ് പിഴച്ചത് എന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തി ഒരു പഠനത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. എന്തായാലും NDAയുടെ മഹാവിജയത്തിന് പിന്നാലെ ഇപ്പോൾ RJDക്കകത്ത് തന്നെ പടലപ്പിണക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അതിന്റെ സൂചനയായാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി തന്നെ പാർട്ടിയും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നത്.